ആ ദേടാ, നീ ഇതെങ്ങോട്ടാ? അയ്യോ അങ്ങേര് ഞാനുണ്ട്. ഓ അല്ല, നീ എന്തിനാ ഓടിയേ? ഞാൻ നീ ഓടിയത് കണ്ടിട്ട് ഓടിയേ. എന്താ? നീ എപ്പോഴാ അങ്ങേരെ വിളിച്ചേ? ആരെ? അവന്റെ അച്ചാച്ചനെ. ഞാൻ വിളിച്ചില്ല. പിന്നെ അയാൾ എങ്ങനെ അറിഞ്ഞു അവൻ ഇവിടെ ഉണ്ടെന്ന്? ഇനി അവൻ വിളിച്ചോ? ഏയ്, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഇയാൾ ഇപ്പൊ എന്തിനാണ് അവ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അയാൾ എങ്ങാനും കൂക്കിനെ കണ്ട തീർന്നു. ദേടാ, ഷൂ അയാൾ കാഷ്വാലിറ്റിക്കാ പോകുന്നേ. തീർന്നു. വാ. അങ്ങോട്ടല്ലല്ലോ, ഇതേ നേരെ പോന്നു. അപ്പൊ കൂക്കിനെ കാണാനല്ലേ വന്നേ? നീ വാ. നീ മേടിച്ചോ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ മേടിക്കാൻ പറ്റിയില്ല. എന്ത് പറ്റി? ഡാ കൂക്കി, നിന്റെ അച്ചാച്ച ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ഇവിടെയോ? ആ, ഇങ്ങോട്ട് തന്നെ. അങ്ങനെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന? ഷോ, ഞാനിനി എന്താ ചെയ്യാ? നീ ഒന്നും ചെയ്യണ്ട, നീ അടങ്ങി അവിടെ ഇരുന്നാ മതി. ഡാ, നീ ആ കർട്ടൻ ഇട്. ക്യാഷ് താ, ഞാൻ മേടിച്ചോളാം. വേണ്ട, ഞാൻ പോയി മേടിച്ചോളാം. എന്നാ പോയി കൊണ്ടുപോവാ. ഇപ്പൊ വേണം, കുറച്ച് കഴിഞ്ഞ് പോരെ. അതെന്താ ഇപ്പൊ പോയാ? അത് അവന്റെ അച്ചാച്ചൻ. താ, ഇങ്ങ തരാൻ. അങ്ങേരെ അച്ഛൻ എങ്ങാനും കണ്ട. ഷോ, എന്താടാ? അമ്മക്കിപ്പൊ റെസ്റ്റ് എടുക്കേണ്ട ടൈമല്ലേ, അമ്മ വീട്ടിൽ പൊക്കോ. റോസമ്മ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു വരും. അവൾ ഒറ്റക്കല്ലേ, അമ്മ പൊക്കോ. അത് കുഴപ്പമില്ല, അവള് നാൻസിയുടെ വീട്ടിൽ നിന്നോളൂ. അമ്മക്കെന്താ, കോവിഡ് ആണോ? അല്ലടാ, ഇത് വേറെയാ. ടൈഫോയിഡ് ആണോ? ഇവൻ അതൊന്നും അല്ല. ഇവന്റെ താഴെ ഒരു കൊച്ചുകൂടി വരികയാണ്. ഇവന്റെ താഴെ റോസാമല്ലേ, അവള് വരുന്നുണ്ടോ? ഓ, ഇവൻ പൊട്ട, ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഓ അങ്ങനെ. എന്താ? സത്യമായിട്ടും? വാവ്, അങ്കിൾ പൊളിയാണല്ലോ. ഡാ, വേണ്ടാട്ടോ. നാറ്റിച്ച് കോപ്പ്. എനിവേ, കൺഗ്രാറ്റ്സ് അമ്മ. അമ്മ വീട്ടിൽ പൊക്കോ, ഇവിടെ ഇരിക്കണ്ട. ഹോസ്പിറ്റലിൽ ഇരുന്ന് വല്ല അസുഖം വരും. ആമാ. ഇവിടെ ക്യാൻറ്റീൻ എവിടെ? ഓക്കെ. രഞ്ജൻ. ഓ, ഇയാളോ? എന്താ ഇവിടെ? അത് വേണ്ടല്ലേ. അത് അന്നമ്മക്ക് ഛർദി, അപ്പൊ ഡോക്ടറെ കാണിക്കാന്ന് കരുതി. ഓ, എന്നിട്ട് അവളെവിടെ? അവിടെ ഉണ്ട്. അവളെ കണ്ടിട്ട് കുറെ ആയി. കാണണം. എനിക്ക് തിരക്കൊന്നുമില്ല, കാണാമായിരുന്നു. വരൂ. ഞാൻ എന്താ ചെയ്യാ? എന്റെ മകനെ നീ നന്നാക്കണം. എന്റെ മകന്റെ പയ്യനെ അവൻ കേടുവരുത്തരുത്. എന്താ മാഷെ അങ്ങനെ പറയുന്നേ? ഇവിടെയാണോ? അതെ. എന്താ മാഷെ എങ്ങനെ? ഒരു മിനിറ്റ്, എനിക്കൊന്ന് ടോയ്ലറ്റ് പോണം. ഫുഡ് പോയ്സൺ ആയിരിക്കും. കെട്ടിയവനും കെട്ടിയവൾക്കും ആണെന്നാ തോന്നുന്നേ. ഇപ്പൊ വരാം. കുരിപ്പ്, ആ മഹാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ അവരെ എണിപ്പിച്ച് അമ്മച്ചിയെ അവിടെ കിടത്ത്. ഇങ്ങോട്ടോ? അയ്യോ, ഞാൻ. ഓ ശരി, അമ്മ ഇങ്ങോട്ട് കിടന്നേ. കൂക്കി, നീ എണീക്ക്. നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നേ? ഓ, ഒന്ന് കേൾക്ക്, ടൈമില്ല. അവന്റെ അച്ചാച്ചൻ വരുന്നുണ്ട്. അയ്യോ, ഞാൻ എണീറ്റു. നീ ഇതെങ്ങോട്ട് ഓടുന്നേ? വല്ല ബെഡോ അലമാരയോ ഉണ്ടോ നോക്കട്ടെ. ഈ ജനൽ വഴി ചാടാം. ചാട്ടം ഒരു വീക്ക്നെസ് ആണല്ലേ കുട്ട. അമ്മ ഇവിടെ കിടന്നോട്ടോ, കുറച്ചു നേരം റെസ്റ്റ് എടുക്കും. ഓ, എന്ത് പറ്റി അന്നാമേ? വയറിന് പറ്റാത്തത് എന്താ കഴിച്ച്? അല്ല, നീ എന്താ ഇവിടെ? അമ്മക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ കാണാൻ വന്നതാ. നിന്റെ കയ്യിലെന്താ? നീ എന്തിനാ സൂചി വെച്ചേ? അത് ഇവിടെ വന്നപ്പോ ഒരാൾക്ക് ബ്ലഡ് കൊടുത്തതാ. ഓ, ഓക്കെ. അപ്പൊ അന്നാമേ, പച്ചക്കറിയൊക്കെ കൊണ്ടുവരുമ്പോ നല്ലോണം കഴുകിയിട്ട് കഴിക്കും. എന്നാ ഇങ്ങനെ ഫുഡ് പോയ്സൺ ഒന്നും വരില്ല. ഫുഡ് പോയ്സൺ ഇങ്ങനെ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പൊ ശരിയല്ല. പിന്നെ നീ ലേറ്റ് ആവണ്ട, വേഗം വന്നോണം. പിന്നെ ഇനി പോലീസ് സ്റ്റേഷൻ കയറാനുള്ള വക ഉണ്ടാക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ നീ എന്റെ കൂടെ പോരും. അത് പറ്റില്ല. എന്താ? ഒന്നുമില്ല, അവൻ കുറച്ച് കഴിയുമ്പോ വന്നോളൂ. നിരഞ്ജൻ, എന്നാ ശരി, ഞാൻ ഇറങ്ങാം. എന്റെ നല്ല ജീവൻ പോയി. ഇത്ര നല്ല മനുഷ്യനാണോ നീ ഈ പറഞ്ഞേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നീ ഊഹിച്ചെടുത്തതല്ലേ.
പിന്നെ പിന്നെ സത്യാണ്, അയാൾ ടെററാണ്. ടെറർ മാങ്ങാ തൊലി പിഞ്ച കുഞ്ഞിന്റെ ഹൃദയം. നീ എന്റെ മൂടി കളയരുത്. ഹോസ്പിറ്റലിൽ വെച്ച് ആരേലും വഴക്ക് പറയും. പറയും. ആര്? പലരും പറയും. ആരാടാ ആരാ 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 ആരാടാ പറ. എന്റെ അമ്മ ഒന്നുമില്ല. നിർത്ത്, വാ പോകാം. ഇനി അതിന്റെ പേരിൽ തല്ല് വേണ്ട. നിങ്ങൾക്ക് വീട്ടിൽ പോവാട്ടോ. ഡിസ്ചാർജ് ആയോ? ഹലോ ഹലോ. ഡാ ഓ ഫുഡിയോ? ഓ ഫുഡിയല്ലോ. നീയോ? ഞാനും. എന്നെ എടുക്ക. മൂവി കാണാൻ. ഏതാടാ? ഹൃദയം. ഓ ഓക്കേടാ, നീ കണ്ടോ? വെക്കാണോ? വെക്കണ്ടേ? വീഡിയോ കോള് വാ. ഓക്കെ. എന്താടാ കുട്ട, ഉറക്കം വരുന്നില്ലേ? ഇല്ലടാ കുട്ട, നിന്നെ കാണണമെന്ന് തോന്നുന്നു. ആണോടാ? കണ്ടല്ലോ, ഇനി ഉറങ്ങിക്കോ. നീ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ എന്ത്? എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങണമെന്ന്? അതോ? അതിനെന്താ, വാ. എന്നോട്ട് കണ്ണടക്കാം. അടിച്ചു. കണ്ണടച്ചോ? നല്ല തണുത്ത കാറ്റ് ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ. ഇപ്പൊ നിന്റെ മുന്നിൽ ഞാനുണ്ട്. നിന്റെ കണ്ണിന്റെ അടുത്ത്, നിന്റെ മുഖത്തിന്റെ അടുത്ത് എന്റെ മുഖം. നമ്മൾ രണ്ടുപേരും ചേർന്ന് കുട്ട നശിപ്പിച്ച്. ഞാൻ പിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഓക്കേടാ, ഗുഡ് നൈറ്റ്. വീ കുട്ട ഇതാ വരുന്നു. എന്താ? നീ ഉറങ്ങിയില്ലേ? ഇത് അച്ഛനാണോ എന്നൊന്നും ഞാൻ നോക്കൂലട്ടോ. നീ സെക്കൻഡ് ഷോക്ക് പോകുന്നുണ്ടോ? ഓ വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇല്ലടാ, ഇതത്ര പേടിയൊന്നുമില്ലാത്ത നോർമൽ മൂവിയാണ്. ഏതാ പടം? ബ്രോ ഡാഡി. ആ ഇതാ വരുന്നു. പിന്നെ ജിമിനെ വിളിക്കണം. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ യൂണിച്ച. ഡാഡാ ഡാഡാ ഉമ്മ തരല്ലേ? എടാ ഞാനാ വി. എന്താടേ രാത്രി നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ആ എന്താ? നീ മൂവിക്കുണ്ടോ? ഏതാ? ബ്രോ ഡാഡി. ഇരുപത്തിരണ്ട് നീ എന്നെ കളിയാക്കണം ഈ പാതിരാത്രിക്ക് വിളിച്ച്. വെച്ചിട്ട് പോടാ. പക്ഷേ എടാ ഹലോ ഹലോ. എന്തായി? അവൻ ഉറങ്ങി. എന്നാ വാ നമുക്ക് പോവാം. ഡാ കുട്ട, എന്താ? നീ ആ വീട് കണ്ടോ? ആ കണ്ടു. ആ വീട്ടിലെന്തോ അമാനുഷിക. മതി മതി നിർത്ത്. ഫിയറെ ഞാനും കണ്ടിക്കണ്. അതിൽ ഓബിച്ചൻ ജിമ്മിനെ പറ്റിക്കണതല്ലേ? അവസാനം യോങ്ങിച്ചനെ വില്ലനെ. ആ പെണ്ണും പിള്ളന്റെ അവരെ അവസാനത്തെ ഒരു എൻഡിങ്. പാവം യോങ്ങിച്ച വില്ലനെ. എന്ത് കഥയാണ് അതൊക്കെ? അത് പിന്നെ എന്റെ സാഹചര്യം അതായതുകൊണ്ട്. എന്താണ്? നീ കണ്ടിട്ടുണ്ടല്ലേ? ഞാനും കണ്ടിക്കണം. ആ അച്ഛൻ വേറെ വല്ല കഥ പറ. അതെ, നമുക്ക് പോയാലോ? എന്ത്? ഒന്നുമില്ല. ഇനി ഇതെങ്ങാനും കണ്ട് നിങ്ങൾക്ക് വല്ലതും തോന്നിയാലോ? എന്ത്? ഒന്നുമില്ല. ഡാ കുട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ പറയൂ മിസ്റ്റർ. നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും? എനിക്കോ? ആ നിനക്ക് തന്നെ ഉണ്ടോ? എന്താ അച്ഛാ? നിന്റെ മറ്റേ ഫ്രണ്ട് ഇല്ലേ കുക്കി, അവനായിട്ട് വല്ലതും? എന്താ അങ്ങനെ? ഒന്നുമില്ല, ചുമ്മാ. നല്ല മൂവിയല്ലേ? എനിക്ക് നല്ല തലവേദന. പോയാലോ? എടാ കഴിഞ്ഞില്ല. അതിനി ഒന്നുമില്ല. ലാസ്റ്റ് അവരൊക്കെ സെറ്റ് ആവും, അത്രേ ഉള്ളൂ. എടാ എന്നാലും കാണണ്ടേ? ഞാൻ പോവാണ്. അതാ വരുന്നു. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നിന്റെ കണ്ണെന്താന്ന് അറിഞ്ഞേ? ഒന്നുമില്ല. ഡാ നോക്കടാ, എന്റെ മുഖത്തേക്ക് നോക്ക. ഒന്നുമില്ലപ്പ. കള്ളം പറയരുത്. മിസ്റ്റർ രാംദാസ് നായിക്. അതാരാ? ആരോ വണ്ടി വിട്. കൂക്കി നീ ഒന്ന് വന്നേ, എനിക്ക് വാഷ്റൂം പോണം. ആ ഡാ, മറ്റേ ഡാൻസ് ഇല്ലേ, അത് സെറ്റ് ആയില്ല. ഇന്ന് ഞങ്ങൾക്കൊരു കോറിയോഗ്രാഫറൊക്കെ വരുന്നു പറഞ്ഞു. സ്കൂൾ പ്രോഗ്രാം അല്ലേ ഇത്? അല്ലാതെ BTS കൺസേർട്ട് ഒന്നും അല്ലല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ. ആ
ഞാൻ ആ യൂണിച്ചനെ എങ്ങനെയും കിട്ടുമോ നോക്കട്ടെ. പറഞ്ഞ് നാവിട്ടില്ല, അതാ വരുന്നു. യൂണിച്ചനോ? അല്ല, ജിമിൻ. ഹായ്, എന്താടാ ഇവിടെ ഒരു ചർച്ച? നിന്നെ എങ്ങനെ നാട് കടത്താമെന്ന് ആലോചിക്കാം. ഇങ്ങനെ പോയാ നിന്നെ ഞാൻ നാട് കടത്തും. ഞാനേ ഹോംവർക്ക് എഴുതിയിട്ടില്ല. അപ്പൊ കടുവേ, ഞാൻ ക്ലാസ്സിലുണ്ടാവും. ബാ. ആ കൂക്കി, എന്റെ ബാഗ് പിടി. ചെമ്പനപ്പൂവേ നീ വന്നിതോരു രാവിൽ, നീലമഞ്ഞു വിരിഞ്ഞിൻ കൺമുന്നിൽ നീ ചിമ്മി, അത്ഭുതം മടങ്ങാതെ ഞാൻ. ഷോടാ, ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഷോ, അയ്യോ, നോക്കട്ടെ. എന്താ ചെയ്യാ? ഡോർ ലോക്കായല്ലോ. ചവിട്ടിയാലോ? ഫൈൻ, നീ അടക്കുവോ? ഞാനിതാ ചവിട്ടാൻ പോവാണേ. ഇത് ലോക്കലല്ലോ. അല്ല, ലോക്കല്ല, ഇപ്പൊ ലോക്കായി. ശ്ശെ, നീ ഇതെന്താ ചെയ്യുന്നേ? ഞാൻ പോവട്ടെ. പക്ഷെ പോവല്ലേ, ഒരു വട്ടം, ഒറ്റ വട്ടം പ്ലീസ്. പോയി ക്ലോസ് ഉണ്ട്. പിന്നെ പോ. പ്ലീസ് 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 പ്ലീസ്, ഒരു വട്ടം പ്ലീസ്. ഇതാ നീ പോ, എനിക്ക് പോണം. ആരേലും വന്നാ എന്താ കരുത്? എല്ലാരും ക്ലാസ്സിൽ കയറി പ്ലീസ് 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 പ്ലീസ്. നല്ല കൂക്കിയല്ലോ പ്ലീസ്. നീ മാറി. പിന്നെ ഞാൻ പോട്ടെ. കിം ജംകുക്ക്, അതെന്താ നിനക്ക് തരാൻ പറ്റാത്ത? ഇല്ല, കടുവ എന്റെ അടുത്ത് ഇറക്കണ്ട കേട്ടോ. എനിക്ക് നീ അറിയാത്തൊരു മുഖം കൂടിയുണ്ട്. ഇതാ, എടാ, വേണ്ട പ്ലീസ്. ഈ ഡെവിൽ ടേനെ നീ കണ്ടിട്ടില്ല. ഇതാ, വേണ്ട. ഹലോ, ഈസ് എനിബഡി ദർ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഡോർ പ്ലീസ്, ഓപ്പൺ ദ ഡോർ.